സോറി, ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, പണ്ട് റോസി എന്ന സിനിമയിൽ രണ്ടാമത് വിവാഹം കഴിച്ചു. ആദ്യ ഭാര്യ മരിച്ചു. അപ്പോൾ ആദ്യ ഭാര്യയിലെ കുട്ടികളും ഭർത്താവ് കൂടി ടൂർ പോവാണ്. രണ്ടാം ഭാര്യ പോയില്ല. തിരിച്ചു വന്നപ്പോൾ രണ്ടാം ഭാര്യയെ ആരോ ഒരാൾ മോശമായി പ്രവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് ചോദിച്ചു, അരെ റോസി, എന്താ ചേട്ടാ, നീ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സാക്ഷ അകത്തുനിന്ന് പുറത്തുനിന്ന്? അത് അകത്തുനിന്നാണ്. എന്നാലും വേണ്ട. അപ്പോൾ അകത്തുനിന്നാണെങ്കിൽ പിന്നെ അകത്ത് ആളറിയാതെ എങ്ങനെ വരും? അതുപോലെയാണ് നമ്മുടെ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ 5000-6000 കിലോമീറ്റർ കടന്ന് എറണാകുളം പട്ടണത്തിൻ്റെ ഇളംകുളത്തും പനമ്പള്ളികളിലെ മമ്മൂട്ടിയുടെ യാർഡിലേക്ക് കസ്റ്റംസ് റെയ്ഡ് ചെയ്ത് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തു. ആ റോസിയോട് ഭർത്താവ് ചോദിച്ചല്ലേ, എൻ്റെ പൊന്ന് എക്സൈസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ, ഈ 5000 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി വന്നതൊന്നും അവിടെ ആരും അറിഞ്ഞില്ല. ഒരു ഉദ്യോഗസ്ഥനും അറിഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരും അറിഞ്ഞില്ല, ഒരു സംഘപരിവാറും ഒന്നും അറിഞ്ഞില്ല. നേരെ മമ്മൂട്ടിയുടെ വീട്ടിൽ കയറും. ബുദ്ധിയുള്ളവർ പറയുന്നതേ, മോഹൻലാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ് സിനിമ മേഖലയിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതവിടെ ഡൽഹിയിൽ നമ്മുടെ ബഹുമാന്യയായ രാഷ്ട്രപതിയിൽ നിന്ന് നമ്മുടെ ആദരണീയനായ മോഹൻലാൽജി വാങ്ങിക്കുമ്പോഴാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അതേ റാങ്കിൽ ഉള്ള മമ്മൂട്ടിയുടെ വീട്ടിൽ കസ്റ്റംസുകാർ റെയ്ഡ് ചെയ്ത് വലിയ വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? അപ്പം ഇത് പറയുമ്പോൾ ചെല്ലു തോന്നും ഇത് മമ്മൂട്ടിയെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്ത പണിയാന്നാണ്. അല്ല, ഇതിൽ കൊച്ചായത് വാസ്തവം പറഞ്ഞാൽ മോഹൻലാലാണ്. മോഹൻലാലിന് ഈ അത്രയും വലിയ അവാർഡ് കിട്ടിയത് ഇഷ്ടമല്ലാത്ത സംഘപരിവാറിൽ ചില ആൾക്കാർ കാട്ടിക്കൂട്ടിയ വിക്രിയാണ്, വീഴ്തിയാണിത്. അദ്ദേഹത്തെ കൊച്ചാക്കല്ലായിരുന്നോ? ഒരു വീട്ടിൽ പാൽ കാച്ചിൽ, മറ്റേ വീട്ടിൽ ആത്മഹത്യ, ഒരു വീട്ടിൽ പാൽ കാച്ചിൽ, മറ്റേ വീട്ടിൽ ആത്മഹത്യ എന്ന സിനിമയെ പറയും പോലെ അവിടെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം കൊടുത്ത് മോഡി പിന്നെ മോഹൻലാലിനെ ആദരിക്കുമ്പോൾ ഇവിടെ അതേ റാങ്കുള്ള മമ്മൂട്ടിയെ വീട്ടിലേക്ക് റെയ്ഡ് ചെയ്ത് ആക്ഷേപിക്കുന്നു. അപ്പോൾ അതിൽ മമ്മൂട്ടിയെ കൊച്ചാക്കാം എന്നാണ് വിചാരിച്ചെങ്കിൽ അതല്ല ഉത്തരം, മറുപടിയാണ്. കാരണം DYFIയുടെ യോഗത്തിൽ തമിഴ്നാട്ടിൽ വെച്ച് ഇദ്ദേഹം പ്രസംഗിച്ചു. ഗോദ്ര സംഭവം ഉണ്ടായത് ഗുജറാത്തിൽ DYFI ശക്തമല്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മമ്മൂട്ടി BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ഇഷ്ടാവില്ലല്ലോ. ഇവിടെ മമ്മൂട്ടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അധികാരമാടോ, മമ്മൂട്ടി ബുദ്ധിജീവിയാണ്. മറ്റേത് സിനിമ നടനേക്കാളും ബുദ്ധിയുണ്ട്, പ്രായോഗിക ബുദ്ധിയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ്, ഞാൻ അംഗീകരിക്കാം. പക്ഷെ മമ്മൂട്ടി ബുദ്ധിയില്ലാത്തതാണ് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഫാൻസുകൾ എന്നെ തല്ലിക്കൊല്ലും. പക്ഷേ ചില സത്യം പറയട്ടെ, ഇവിടെ പവർ, അധികാരം വേണം. നിങ്ങൾ MP ആകാൻ അവസരം കിട്ടി, നിങ്ങൾ ആയോ? MLA ആകാൻ അവസരം കിട്ടി, ആയോ? നിങ്ങൾ മന്ത്രി ആയോ? ഇവിടെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അധികാരിവരാണ്. അതല്ലേ നമ്മുടെ മഞ്ഞളാംകുഴി അലിയും മറ്റേ വഹാബൊക്കെ ലീഗിൽ വന്ന് കോടികൾ കൊടുത്ത് ലീഗിൽ വന്ന് അധികാരം MP ഒക്കെ ആയത്. ഈ സുരേഷ് ഗോപി ഇത്രയെല്ലാം പേര് കേട്ടും അധികാരം പോയത്. ഏടവും മമ്മൂക്ക, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഭൗതിക ലോകത്ത് അധികാരത്തിലേ പവറുള്ളൂ. പണം എത്ര ഉണ്ടായാലും ഒരു പരിധിയിലുള്ള അധികം പോയി. അതാണ് പണക്കാരെല്ലാം അവസാനം രാഷ്ട്രീയത്തിൽ വന്ന് അഭയം പ്രാപിച്ച ഒരു നേതാവ് MP ഒക്കെ ആകുന്നത്, ഒരു രാജ്യസഭ മെമ്പറൊക്കെ ആകുന്നത് കോടികൾ കൊടുത്ത്. കോടികളുണ്ടായിട്ട് വിലയില്ല, പവർ വേണം. നിങ്ങൾ ചെയ്തില്ല. ഒരു MP ആയിരുന്നെങ്കിൽ മമ്മൂക്ക, നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് എന്നെക്കാൾ എത്ര ബുദ്ധിമാൻ, നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളാണ്, വക്കീലോ എത്ര ഷൈജ് ആളാണ്. നിങ്ങൾ MP ആയിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കസ്റ്റംസ് വരുമോ? വരോടോ മമ്മൂട്ടി? വരില്ല. നിങ്ങളപ്പോൾ ഇന്നസെൻ്റ് ആക്കി. എനിക്ക് വേണ്ട, എനിക്ക് അധികാരമൊന്നും വേണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സുഖലോലുപതയല്ലേ ഇതൊക്കെ? ചെയ്തോ? നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പറഞ്ഞ് 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, 20% മുസ്ലിങ്ങൾ
കോളാമ്പിക്ക് തൂക്കി ഓടുപോലെ അതിലിടുക കാക്കന്മാർ ഇന്ത്യയിൽ. ഇനി ഇതിലേക്ക് വലിയ നെറുകേട് അല്ലെങ്കിൽ വെറുതെ ഇതുണ്ടോ? അവിടെ മോഹൻലാലിന് അവാർഡ് കൊടുക്കും, ഇവിടെ മമ്മൂട്ടി വീട്ടിൽ കസ്റ്റംസും കൂടെ റെയ്ഡ് ചെയ്യിച്ച് വാർത്ത കൊടുക്കുന്നു. ഈ വാർത്ത കൊടുത്ത കത്തി നിൽക്കുന്ന സമയത്താണ് ഒരു സാറ് വിളി, അല്ല ഒരു ഫോൺ കോള്. ഉടനെ ഇദ്ദേഹം സാറ് എന്ന് വിളിച്ചല്ലോ. ഏതാണ് സാറേ ആ സാറ്? അപ്പോൾ അത് നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോയില്ലോ. എന്തായിരുന്നു പറയില്ല? നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുന്നൊക്കെ. അതൊന്നും ഇപ്പം പറയുന്നില്ല. അത് ശരിയാണോ? കവി ആരോ വിളിക്കണ്ടിട്ടാ. അതേ സ്ഥാനത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കേരള ജനത ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. ഇടത് കൈയും വലത് കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇടത് കണ്ണും വലത് കണ്ണും ഒരുപോലെയാണ്. അതുപോലെയാണ് ഇടത് കണ്ണും വലത് കണ്ണും പോലെയാണ് മോഹൻലാൽ മമ്മൂട്ടി. മലയാളികൾക്ക് അവർ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ആ മമ്മൂട്ടിയുടെ വീട്ടിൽ കയറിയാണ് കസ്റ്റംസുകാർ റെയ്ഡ് ചെയ്തത്. വിരോധാഭാസല്ലേ? 10,000 കിലോമീറ്റർ വാഹനം ഓടിച്ച് ഇവിടെ വരുമ്പോൾ ആരും അറിയില്ലേ? ആരും അറിയില്ല. ജീവ ആരും അറിയില്ലേ? ഞാൻ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയുടെ എനിക്ക് വ്യക്തിയായിട്ട് ഒരു വിഷയമില്ല. അദ്ദേഹം മറ്റേത് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ തട്ടിക്കാൻ വേണ്ടി ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുത്തല്ലോ. എന്നിട്ട് ആ റെയ്ഡ് എന്തായി കസ്റ്റംസുകാരെ? അപ്പോൾ ഇവിടെ ആർക്കും എന്തു ചെയ്യാം. ചിലർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ചെയ്യാം. അതൊന്നും നല്ല കീഴ്വഴക്കല്ല. ഇപ്പം ABC ചാനൽ അവരെന്താ പറഞ്ഞറിയുന്നത്? ഇന്ന് കേൾക്കടോ കുഞ്ഞാക്ക, മുസ്ലിം ലീഗ് കേരളത്തിൽ എല്ലാ ജില്ലയിലും അധികാരം MLA ഉണ്ടാക്കാൻ നോക്കുന്നു. അവർ ഉപമുഖ്യമന്ത്രിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നിട്ട് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആകാൻ ശ്രമിക്കുന്നു, ആകുന്നില്ല. അതുപോലും രാജ്യത്തെ കുറ്റമാണ്, അല്ലെങ്കിൽ വലിയ തെറ്റാണ്. അതെന്താ കാരണം? നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് മാറ്റ്. പൊളിറ്റിക്സിൽ, ജാതി മതത്തിലല്ല, അത് ദേശീയ താരിലെത്ത്. അതിൽ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റാതെ തന്നെ നിങ്ങൾ BJPയുടെ ധാരണയെത്ത്, മോഡിജിയും അമിത്ഷായും തമ്മിൽ ധാരണയെത്ത്. ഞങ്ങൾ 20% മുസ്ലിങ്ങളുണ്ടൊക്കെ ഇന്ത്യയിൽ. ഞങ്ങൾക്ക് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള ആ 20% ആനുകൂല്യം വേണം. ബാക്കി 80% നിങ്ങൾ എടുത്തോ, ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ധാരണ എത്തി. നിങ്ങൾ 4-5% മുസ്ലിം വോട്ട് അവർക്ക് കിട്ടിയാൽ അവർക്ക് നിലനിൽപ്പ് ക്ലിയറായി. പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒന്നും പറയുക അവർക്ക് പോകേണ്ട ആവശ്യമില്ല. രാഹുൽ ഗാന്ധി പഴയപ്പെട്ട കാര്യമില്ല. കാരണം ഈയിടെ ഇനി രാഹുൽ ഗാന്ധിയാണ് അധികാരത്തിൽ വന്നെങ്കിലും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്ത് ഫലം? കഴിഞ്ഞ പ്രാവശ്യം ആയല്ലോ, മൻമോഹൻ സിംഗ് ആയുധ കാലത്തൊക്കെ. ഈ സമുദായത്തിൽ എന്ത് കിട്ടി? വയനാട് ഇലക്ഷനിൽ പ്രിയങ്ക വരുമ്പോഴേ, ഇലക്ഷൻ MP ആയിട്ട് വരുമ്പോൾ മുസ്ലിം തലയിട്ട തുണി മുസ്ലിം കൊണ്ട് നാട് കട്ട് ചെയ്യാൻ വേണ്ടി കത്രികയായിട്ട് നിർത്തും. ചാനലുണ്ടാവും. അത് കഴിഞ്ഞാലോ എന്ത് കൊടുക്കണ്ടോ കോൺഗ്രസ്? കാരണം 220% വരുന്ന 30 കോടിയോളം മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 99.9% മുസ്ലിം വോട്ട് ചെയ്തിരിക്കുന്നത് ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കല്ലേ, കോൺഗ്രസും അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് പരിഗണന കൊടുത്തത്? കേരളത്തിൽ എന്ത് പരിഗണന കൊടുത്തത്? പിന്നെ എങ്ങനെ കോൺഗ്രസ് സംഭവം? അതൊക്കെ വെച്ച് നോക്കൂ. നിങ്ങൾ BJPയുടെ ധാരണ എത്തുന്നേ സഖ്യത്തിലാകും. നോക്ക്, ഒരു കാര്യം പറയാം. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് സംഘ് പരിവാറിനെ ഒതുക്കാന്നോ അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. നമ്മൾ അന്ധമായി സംഘ് വിരോധം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർ പ്രധാന സ്ഥാനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാക്കും. കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിനാക്കും. ലീഗ് ഒരു ലീഗിനാക്കും. സംഘ് പരിവാർ വന്നപ്പോൾ അവർ ആൾക്കാർ കേട്ടിരുന്നു. അതിലെന്താ തെറ്റ്? അതിലെന്താ തെറ്റാണത്? ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആഗ്രഹിക്കുന്നു, അത് തെറ്റാണ്. ABC ചാനൽ പറയും പോലെ തന്നെ തെറ്റല്ലേ? സംഘ് പരിവാർ ഭരിക്കുമ്പോൾ അവർ ആൾക്കാരെ ഉന്നത സ്ഥാനത്ത് വഹിക്കുമ്പോൾ അത് തെറ്റാന്നുണ്ട്. രണ്ടും ഒരുപോലെ തെറ്റല്ലേ? കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ നമ്മുടെ അയോധ്യയിൽ ജയിച്ച ഒരു SP സ്ഥാനാർത്ഥി ദളിതാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ 4ാമത്തെ റോയിലായിരുന്നു. അവിടുന്ന് വലിച്ചിരുത്തി കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി മടിയിലിരുത്തിയില്ല 1ാം റോയിൽ. ഇവിടെ ഒരു രാഹുൽ, നിങ്ങളുടെ യോഗത്തിൽ നിങ്ങളുടെ സ്റ്റേജിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവ് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? പറയുന്നുണ്ടോ? നിങ്ങൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് പോകുന്നല്ലോ. 99% വോട്ട്
99.9% വോട്ട് കൊടുത്ത് കോൺഗ്രസിനല്ലേ. എന്നിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റായിട്ട് വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ ഒരു മുസ്ലിം സ്ഥാനം നിങ്ങൾക്ക് വഹിക്കാറില്ലല്ലോ. അപ്പോൾ ഇല്ല, ക്രിസ്ത്യാനിയാണ്, റെഡ്ഡിയാണ്, അദ്ദേഹം ആന്ധ്ര മുഴുവൻ ക്രിസ്ത്യാനിയായി പല വോട്ടും കിട്ടും എന്ന് പറഞ്ഞ് ആക്കി. എന്നിട്ട് ഒരു വോട്ട് പിടിക്കാൻ 15-25 വോട്ട് അങ്ങോട്ട് പോയതല്ലാതെ ഒരു വോട്ടിൽ അവിടെ പിടിക്കാൻ പറ്റുമോ രാഹുലേ? ഞാൻ രാഹുൽ കുറ്റം പറയല്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് അതിൻ്റെ ശക്തി അറിയുന്നില്ല. ഇനിയെന്നാ അറിയുന്നത്? ഇപ്പം മുസ്ലിം ലീഗ് തന്നെ ഉമ്മൻചാണ്ടി സാർ മരിച്ചുപോയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറിന് മന്ത്രിസഭയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? ഇബ്രാഹിം കുഞ്ഞ് എന്തായാലും കുഴപ്പം ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. പക്ഷെ 5ാം മന്ത്രിസ്ഥാനം ഇപ്പോൾ 9% നായർ സമുദായത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം കൊടുത്തു. ആരും ഒന്നും പറഞ്ഞില്ല. ഒരു മുസ്ലിമും മറ്റു മുസ്ലിം സംഘടന ആർത്തേക്ക് പോയില്ല, അത് എല്ലാ പാർട്ടികളും. പക്ഷെ മുസ്ലിം ലീഗിൽ 4 പോയിട്ട് 5ാമതൊരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ നേരെ ഈഴവന്മാർ സംഘടന ഈഴവൻ്റെ വീട്ടിലേക്കും നായർ സംഘടന നായർ വീട്ടിലും പോയേക്കാം. അതൊക്കെ വളം വെച്ചു കൊടുത്ത് ഉമ്മൻചാണ്ടി അല്ലേ? അദ്ദേഹം മരിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ആത്മാർത്ഥികൾ എന്തോ ആട്ടെ, നിങ്ങൾ തന്നേക്കത് ആരും അറിയുക കൊടുക്കാൻ പാടില്ല. ഇത് 5ാം മന്ത്രിസ്ഥാനം കൊടുത്ത് ലീഗിന് എന്തെങ്കിലും ഒരു വകുപ്പ് പോലും കിട്ടിയില്ല. ഉള്ള വകുപ്പ് പങ്കിട്ടുള്ളൂ. ആകെ കിട്ടി 10-20 പ്രൈവറ്റ് സെക്രട്ടറിമാരെ അല്ലെങ്കിൽ പ്രൈവറ്റ് വഹിക്കാൻ പറ്റി, അത് മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞാക്കയുടെ ആ കളി എന്തായിരുന്നു? കുഞ്ഞാക്കക്ക് മുന്നേറിന് 10 സ്ഥാനം കൊടുക്കാൻ പരിപാടി ഉണ്ടായില്ല. മഞ്ഞളാംകുഴിയിൽ കോടികൾ വാങ്ങിച്ച് മഞ്ഞളാംകുഴിയിൽ കൊണ്ടാണ്, അല്ലെങ്കിൽ 10 സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് മന്ത്രി ഇല്ലാതെ, കോഴിക്കോട് മന്ത്രി ഇല്ലാതെ ഇപ്പോൾ അവർ മീശ വരിച്ചു. മലപ്പുറത്തേക്ക് കൂടുതൽ ശക്തി കോൺഗ്രസ് പേര് കോഴിക്കോടാണല്ലോ. അപ്പോൾ 5ാം മന്ത്രിസ്ഥാനം കിട്ടിയേ തീരൂ. അതിന് വേണ്ടി ഞാൻ പറയട്ടെ, ചരിത്രത്തിൽ ഇതേവരെയും തങ്ങളുടെ വീട്ടിലേക്ക് കർണാടക ഉൾപ്പെടെ ചെന്നല്ലാതെ അവർ ആരും വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ സുഖമില്ലായിരിക്കുന്ന നാളെ മരിച്ച മലപ്പുറത്ത് കാറി കയറി നേരെ ട്രിവാൻഡ്രത്തേക്ക്, ട്രിവാൻഡ്രത്തേക്ക് 4-8 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ ഉമ്മൻചാണ്ടി അവിടെ ഇല്ല, കോട്ടയത്ത് പോയി. കോട്ടയത്ത് വീണ്ടും കോട്ടയത്ത് പോയി 4 മണിക്കൂർ യാത്ര, 3 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ ഇല്ല നാട്ടിൽ കഷ്ടം അവിടെ ചെയ്തത്. അപ്പോൾ നേരെ വെളുക്കാറായി. പരിഗണിക്കാന്ന് പറഞ്ഞാൽ അതേ വിട്ട് തിരിച്ച് മലപ്പുറത്ത് വന്നപ്പോൾ എത്ര മണി? ആ ഒരു 24 മണിക്കൂർ സുഖമില്ലാത്ത ക്യാൻസർ രോഗിയെ തങ്ങളെ ഇരുത്തി ഓടിച്ച് AC കാറാണെങ്കിൽ വണ്ടി ഓടണ്ടേ? അങ്ങനെ രോഗം മൂർച്ച അദ്ദേഹം മരിച്ചു പോയില്ലോ. കുഞ്ഞാക്ക, അത് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ മണ്ടത്തം കാണിച്ചാണ്. അറബിക് സർവകലാശാലയ്ക്ക് എന്ത് പറ്റി നിങ്ങൾ പറയുന്നുണ്ടോ? അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ പേര് മാറ്റി ദേശീയതയിൽ വരിക, അതിലേക്ക് നിങ്ങൾ BJP സപ്പോർട്ട് ചെയ്യുക. ഇതിവിടെ 9% പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി 12 മന്ത്രിമാരായിട്ടും 100 നായർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ടാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടുന്നത്. എന്നിട്ട് അവർ 6-7 നായന്മാർ മുഖ്യമന്ത്രിയായിട്ട് ശ്രമിച്ചു വോട്ട് ഒരു പരാതിയില്ല. 40% ഒരു സമുദായത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ആകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോട് വരുമ്പോൾ നിങ്ങളുടെ കുറ്റാണത്. അത് സംഘപരിവാറിൻ്റെ അല്ല. നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റണം. ദേശീയതായിൽ നിൽക്കണം. ദേശീയതായിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ എതിർക്കാറുണ്ടാവോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ആവുന്നു, ആരും പറയണ്ടോ? കോൺഗ്രസ് ചെയ്യുന്നു, BJP ശ്രമിക്കുന്നു, കേരള കോൺഗ്രസ് പറയുന്നുണ്ടോ? നിങ്ങളെ മുസ്ലിം വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഭൗതികമാണ്. ഭൗതികത്തിൽ നിങ്ങൾ മുസ്ലിം രാഷ്ട്രീയം ഉപയോഗിക്കരുത്. പക്ഷേ ആത്മീയത്തിൽ നിങ്ങൾ എത്ര മണി ഉപയോഗിച്ചോ? അത് ഞാൻ കാന്തപുരത്തോടും പറഞ്ഞത്. കാന്തപുരം ജാഥയ്ക്കും മുസ്ലിം എന്ന് കാണിക്കണം, അല്ല വെറും കാന്തപുരം പറഞ്ഞ പോലെ അത് ഭേദം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം. ആ ഒരു അപകടം എന്താ? നിങ്ങൾ 1948 മാർച്ച് 10 ഡൽഹിയിൽ ഖായിദെ ബെല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നല്ല താത്വികന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യം പറയാൻ ഞാൻ പറയുന്നില്ല. തുടങ്ങിയിട്ട് 80 വർഷമായിട്ട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് സംഭവിച്ചില്ലേ? ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അറബി നാടുകൾ പറഞ്ഞത്. നിങ്ങളൊരു ഗൾട്ട് പോലെ അല്ലെങ്കിൽ നാറ്റോ പോലെ ഒരെണ്ണം ഉണ്ടാക്കിയൊക്കെ തെറ്റ് ആത്മരക്ഷ ചെയ്യാം, നിൽക്കില്ല ചെയ്യാം. പക്ഷെ നിങ്ങളത് വ്യക്തമായിട്ട് 30 കോടിയോളം വരുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ മാതൃരാജ്യമാണ്. അത് കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ത്യക്കെതിരെ വന്ന ഒരു കാര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പാകിസ്ഥാനിൽ ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം, പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള വിഷയത്തിൽ ഞങ്ങൾ ഒരു പക്ഷവും പിടിക്കില്ല, ഞങ്ങൾ എടുക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാം, അപ്പോൾ ഇന്ത്യയെ എതിർക്കാൻ വേണ്ടിയാണ് പറഞ്ഞു കഴിഞ്ഞ് അവിടെ ഈ സ്റ്റൈലിൽ കളിയുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് അമേരിക്ക പുറത്താക്കുക.
എന്നിട്ട് ലോക ഇതുണ്ട്, നിങ്ങൾ UN നിന്ന് നിങ്ങളുടെ മെമ്പർഷിപ്പ് മാറ്റ്, ലോക ബാങ്കിൽ പണം പിൻവലിക്കുക. ഈ 3 കാര്യം ചെയ്താൽ പിന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അത് നിങ്ങൾ ചെയ്തില്ലേ അപകടമാണ്. ഇപ്പം എന്താണ് 1,500 കപ്പലുകൾ സ്പെയിൻ തീരത്താന്ന് തുടങ്ങി 8-9 ദിവസം യാത്ര ചെയ്ത് ഭക്ഷണമായിട്ട് വരുന്ന, ആയുധമായിട്ട് വരുന്നില്ല, ഭക്ഷണം വന്ന് വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നിട്ട് ഈ ഇസ്രായേൽ എന്താ പറഞ്ഞറിയോ, ഒരു കാരണം ഞങ്ങൾ അടുക്കാൻ സമ്മതിക്കില്ല, അത് ഗസയെ സപ്പോർട്ട് ചെയ്ത് തുല്യാവും എന്ന് പറഞ്ഞ് അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ല അവരൊക്കെ ബുദ്ധിശക്തിയും ഒരു ആത്മാർത്ഥയൊക്കെ. ഈടോ പിന്നെ നമ്മുടെ ഇപ്പോൾ എന്ത് ചാനലുണ്ടല്ലോ, നമ്മുടെ വിദേശ ചാനൽ മറ്റേ ഇസ്രായേലാണ്, എന്തോ ഒരു പാടുപെടുന്നു ഇസ്രായേലിൽ വാദിക്കാൻ വേണ്ടി. ഓക്കെ, ഈടോ നിങ്ങൾ കേൾക്കണം, വെറും 1500 വർഷം മാത്രം പഴക്കമുള്ള മുസ്ലിം സമുദായം ലോകത്ത് ഇന്ന് 200 കോടിയുണ്ട്. 2000 വർഷത്തിലുള്ള പരിചയമുള്ള പഴക്കമുള്ള ക്രിസ്തു മതം ഇന്ന് 250 കോടിയുണ്ട്. കുറഞ്ഞ പേരാണ് പറയും. പക്ഷെ 3500 വർഷം പഴക്കമുണ്ടായി യഹൂദന്മാർ എത്രയുണ്ട്? 2-3 കോടിയാണ്. അതിനർത്ഥം എന്തോ കാതലായ വശമുണ്ട്, തെറ്റുണ്ട്. ആ തെറ്റിതാണ്, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. എന്തർത്ഥത്തിലാണ് ആ ആൾക്കാരെ കൊല്ലുന്നത്? അപ്പോൾ ഇത് ഒരു വേറൊരു ചാനൽ പറഞ്ഞ് കണ്ട് അങ്ങനെ ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഗസ ഇസ്രായേലിൽ 1000 ആൾക്കാരെ കൊന്ന് പിടിച്ചുകൊടുന്ന് പെൺകുട്ടി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ബലാത്സംഗം കൊന്ന് കെട്ടി തൂക്കിയതൊക്കെ അങ്ങനെ ചെയ്യാൻ ഒരു മുസ്ലിമിന് പറ്റില്ല. യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും ഗസ പോലെ ഞങ്ങളെക്കാൾ വിശ്വാസം അവർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നല്ല, എങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി അവരുടെ ഇതാണ്. ഞങ്ങൾ അത്രയും കൂടെ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും വിശ്വാസമുള്ള അള്ളാഹുവിൽ പേടിയുള്ള ഒരാൾ ഒരിക്കലും ഒരു പെൺകുട്ടി ബലാത്സംഗം മാത്രമല്ല, ആ പെൺകുട്ടിയും അമ്മയൊക്കെ രക്ഷപ്പെട്ട് ഇസ്രായേൽ ചെന്നപ്പോൾ അവരെന്താ പറയുക, ചിരിച്ചുകൊണ്ടല്ലേ യാത്രയിൽ പോയത്. എന്നിട്ട് ഇവിടെ ഇന്നും കാണിച്ചു, ചാനൽ കാണിക്കുകയാണ് കെട്ടിത്തൂക്കി ഇസ്രായേൽ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇസ്രായേൽ ഇത്ര മോസ്റ്റ് മോഡേൺ സംവിധാനമുള്ള ഈ സ്ഥലത്ത് ഈ പാട്ട കൊണ്ട് ഇവരെങ്ങനെ 10-50 കിലോമീറ്റർ അകത്ത് കയറാൻ അനുവദിച്ചല്ലേ? അവർ പിന്നെ എല്ലാ സിസ്റ്റവും ഓഫ് ചെയ്ത് മാത്രമല്ല, കറണ്ട് പോലും ഉണ്ടായില്ല, ലൈൻ വരെ ഓഫ് ആക്കായിരുന്നു, തുറന്നു കിടക്കായിരുന്നു. അങ്ങനെ ഈ പാർട്ടിയിൽ കയറിയത് കൊണ്ടൊക്കെ എന്തുമാകട്ടെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അറബികളെ സംബന്ധിച്ച് നിങ്ങൾ ആ മുസ്ലിം ലീഗിനെ പറയും പോലെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് ഗൾഫ് അറേബ്യൻ അല്ലെങ്കിൽ ഗൾഫ് അറേബ്യൻ പിന്നെ ട്രീറ്റി ഓർഗനൈസേഷൻ ഗാട്ടോ മറ്റൊരു നാറ്റോ ആണെങ്കിൽ അപ്പോൾ അത് ഇസ്ലാമിന് ഉപയോഗിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ ബോംബ് വന്നാൽ മുസ്ലിം ബോംബ്, ഇറാഖ് വന്നാൽ മുസ്ലിം ബോംബ്, ഇറാൻ വന്നാൽ അങ്ങനെ മറ്റേ ഇസ്രായേൽ ബോംബ് വന്നാൽ യഹൂദ ബോംബെന്ന് പറയാറില്ല, അമേരിക്കയിലെ ക്രിസ്ത്യൻ ബോംബെന്ന് പറയാറില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗ് പറ്റുപോലെ വീഴ്ച വരരുതെന്നുള്ള പ്രത്യേകം പറയണം. നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും നമ്മുടെ കാര്യങ്ങൾ കേരളത്തിലേക്ക് കടന്നാൽ, കേരള രാഷ്ട്രത്തിലേക്ക് കടന്നാൽ, IBC ചാനൽ മുസ്ലിം ലീഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഈ കോൺഗ്രസ് വേണം വന്നാലും മുസ്ലിങ്ങൾക്ക് എന്താ രക്ഷയുള്ളത് ഞാൻ പറഞ്ഞല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 40 ഇത്ര ഉണ്ടായിട്ടും ഒരു സ്ഥാനം കൊടുത്താലും ഞാൻ പറഞ്ഞത് ആവർത്തിക്കില്ല. ഇപ്പോൾ വേറെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഗാഗുലെ ആ പുള്ളി ലിസ്റ്റ് കൊടുത്തതിൽ പാർട്ടിക്ക് പുറത്തുള്ള ചെറുപ്പക്കാരും മറ്റു ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് 10-20 പേര് കൊടുത്തേക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ. അവർക്ക് ആകെ എത്ര വോട്ട് കിട്ടുമോ? 15% 10%. ഞാൻ ഈ സതീഷിനൊക്കെ മറ്റേ കൂടി 10% ഉള്ളൂ. 10% ആകെ കിട്ടണമെങ്കിൽ 14 സീറ്റാണ്. ആ 14 സീറ്റ് അത് തന്നെ 14 കൂടുതലുണ്ട്. പിന്നെ പഴയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, പാർട്ടിക്കാർ, അവർക്ക് 10-50 സീറ്റ് കൊടുക്കും. എവിടെ കൊടുക്കും? 100 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഏതെങ്കിലും പാർട്ടിയിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിമായിട്ട് ആളുണ്ടോ? ഈ മുസ്ലിം ലീഗിൻ്റെ പോലും അതുമില്ല, അത് മുസ്ലിം പാർട്ടി കഴിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ, അത് ഹാജി മൊയ്തീൻ ഷാ, രാഷ്ട്രീയ ജനതാദളിൻ്റെ പ്രസിഡൻ്റായിട്ട് ലാലുജി എന്നെ സെലക്ട് ചെയ്യുമ്പോൾ അവർ ആരൊക്കെ ചെന്നറിയോ? ഞാൻ വലിയവരാന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിൽ നിങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഒരു സൂചന പറയാണ്. കെ ഗോപാലൻ, അരികിൽ ശ്രീധരൻ, പി വിശ്വംഭരൻ, ഈ മതി സാഹിബ്, ഇവരെല്ലാം ഡൽഹി ചെന്ന് ആഴ്ചയോളം കിടന്നുണ്ട്. തണുപ്പാണ്. ഞാൻ ഡൽഹി പോയിട്ടില്ല, പണ്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ ഇതിനുവേണ്ടി പോയിട്ടില്ല. പക്ഷെ എൻ്റെ ലിസ്റ്റോടെ ചെന്നപ്പോൾ ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിലെ 10-20 വർഷം എക്സ്പീരിയൻസ് ക്യാൻഷാർ കൂടിയായിരുന്നു പ്രവർത്തിച്ചത്. ഇപ്പോൾ പിന്നെ ലാലുജി പറഞ്ഞ് വേറെ ഒരു യോഗ്യത വേണ്ട,
ഘനശ്യാമിൻ്റെ കൂടെ പ്രവർത്തിച്ച അംബേദ്കറിസ്റ്റായ ഒരാൾക്ക് ഇനി ലാലു പ്രസാദിൻ്റെ ആശയം എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ആക്കിയത്. അപ്പോൾ കെ ഗോപാലൻ സാർ പറഞ്ഞ് എനിക്ക് അവൻ ചെന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എന്താണ് 2 ആളായിട്ട് എപ്പോഴും ഡൽഹിക്ക് വരാൻ മുൻ എം പി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ ഒന്ന് പാർട്ടി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാറിയത്. പുള്ളി ജനതായിൽ ചെയ്ത് അത് പുള്ളി മരിച്ചു പോയി. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്താ കാര്യങ്ങൾ ഈ കോൺഗ്രസ് ചെയ്യുന്നത്, മുസ്ലിം ലീഗ് ചെയ്യുന്നത്? കാകുല് പറയുമ്പോൾ ഈ സമുദായത്തിൽ ഒരാളുടെ കാര്യം പറയുന്നില്ല. ഇനി അവസാനം എല്ലാം കഴിഞ്ഞ് പൊട്ടും പൊടിയും കഴിഞ്ഞിട്ട് വല്ല കഴിഞ്ഞ പാർലമെൻറ്റ് സീറ്റ് പങ്കിട്ട് മനസ്സിലായോ? 20 സീറ്റിൽ 19 കഴിഞ്ഞപ്പോൾ 20ാമത്തെ സീറ്റ് കൊടുത്താലാണ് ലാസ്റ്റ് ആ പൊട്ടും പൊടിയും വന്നപ്പോൾ സിദ്ദീഖിന് വയനാട് കൊടുത്തത്. വയനാട് കൊടുത്തത് പിറ്റേ ദിവസം ഉമ്മൻചാണ്ടി പറയണം അത് ഞങ്ങൾ 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധിക്ക് കണക്കാക്കിയ സീറ്റാണ്. 6 മാസം മുമ്പ് രാഹുൽ ഗാന്ധി കണക്കാക്കിയ സീറ്റാണ് ഈ ഉമ്മൻചാണ്ടി മരിച്ചു പറഞ്ഞില്ല. എന്തിനാടോ പിന്നെ സിദ്ദീഖിന് ആ സീറ്റ് കൊടുത്തത്? കളിയാക്കല്ലേതോ? നിങ്ങൾ കോൺഗ്രസ്സുകാരെ ബുദ്ധിപ്പിക്കാം, കോൺഗ്രസ് മുസ്ലിങ്ങളെ പറ്റിക്കാം, ലീഗുകാരെ പറ്റിക്കാം. പക്ഷെ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറ്റിക്കുമല്ല. കാരണം അവരിൽ 10-30 പേര് ശക്തമായ ബുദ്ധിജീവികളാണ്, സ്ട്രോങ് ഇൻ്റലിജൻസ് പേഴ്സൺസ് ആണ്. ഞാനല്ല, മൊയ്തീൻ ഷാ അല്ല. മൊയ്തീൻ ഷാ ഒരു സിമ്പിൾ ഒരു കർഷക കുടുംബം ജനിച്ച ആൾ, ഒരു സാധാരണ മനുഷ്യൻ, 10-7 വർഷക്കാലം ജീവിച്ചു തള്ള, വേറെ ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവർ ശക്തരാണ്. അത് AK സെൻറ്ററിൽ ഞാൻ പറഞ്ഞേ, AKG സെൻറ്ററിൽ റിസർച്ച് വിങ്ങിനെ പറ്റിയൊരു അപകടം പറയട്ടെ. അവർ 2 കാര്യമാണ്. ഒന്ന്, ഹിന്ദു കാർഡ് കളിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി, BJP ഹിന്ദുത്വ കാർഡ്. രണ്ടും കടലും കടലാടി പോലെയാണ്, വ്യത്യാസമാണ്. പക്ഷെ അത് അവർ പഠിച്ചത് 1981 മറ്റോ EMS ഒരു ഹിന്ദു കാർഡ് കളിച്ചു. അന്ന് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്, MK ഹാജിക്ക് എന്തറിയാം, കള്ളപ്പൊന്ന് മാറ്റാതെ പറഞ്ഞ് കളിയാക്കിയ ഹാജിയുടെ പാർട്ടിൻ്റെ ആൾ ഇന്ത്യ ലീഗ്, അതിന് LDFിലായിരുന്നു. അത് ഇബ്രാഹിം ഒക്കെ മന്ത്രിയൊക്കെ ആയിരുന്നു പുള്ളി. അതൊക്കെ മാറി ഇപ്പോൾ പറഞ്ഞു വിട്ട് ശരിയെത്തി കൊടുത്തിട്ട് അവർ പോയി. പക്ഷേ അന്ന് ഒരു കാര്യമുണ്ട്, EMS അല്ല പിണറായി അന്ന് EMS ചെയ്ത കളിയിൽ 2% താഴെയാണ് BJP ഉണ്ടായിരുന്നുള്ളൂ. 1.5% വോട്ടുണ്ടായത്. ഇന്ന് അവർ 19-20% ഉണ്ടെന്ന് കണക്കാക്കില്ലേ? 20% വോട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 2% നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവൻ്റെ എത്ര ഭക്ഷണം കഴിച്ചാലും 3 കിലോയിൽ കൂടുതൽ കൂട്ടാൻ പറ്റില്ല സാധാരണഗതിയിൽ. ചില സിനിമ നടന്മാരൊക്കെ 20 കിലോ കുറക്കും, 20 കിലോ കൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ തട്ടിപ്പിടിക്കാറില്ല. അതുപോലെ എത്ര ഭക്ഷണം കുറച്ചാലും 3 കിലോത്തിൽ കുറക്കാൻ പറ്റില്ല. അങ്ങനെ കുറയുകയും കൂടുകയും ചെയ്തിട്ട് അത് രോഗമാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ 20% 1-2% തിരിച്ചു പിടിക്കാമല്ലോ, അതൊരു പറ്റുമോ? അപ്പോൾ എന്താണ് ശ്രീധരൻ, നമ്മുടെ സുരേന്ദ്രൻജി പറഞ്ഞ് 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ ഭരിക്കുന്നു. അന്ന് ഈ ലീഗുകാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ സുരേന്ദ്രനെ കളിയാക്കി വളരെ മോശമായിട്ട്. 150 സീറ്റുള്ളത് 30 എടോ കണക്കുതിരിക്കാം. 140 എൻ്റെ 3-1 എത്രയാണ്? 47ആണ്. 3-4-12 7-21 47ആണ്. 47-ൽ 35 പോയ 12 സീറ്റാണ്. 30 സീറ്റ് കിട്ടുകയും ബാക്കി ഒറ്റപ്പെട്ട പാർട്ടി മറ്റൊരു പാർട്ടി പുലർത്തിക്കൊണ്ട് 12 വരെ കൊണ്ടുവരാം. അപ്പോൾ 35-ഉം 2 37 47 ഭരിക്കാമല്ലോ. വേണമെങ്കിൽ ചെയ്യാം. ഇഫ് ദെയർ ഇസ് എ വിൽ ദെയർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വെയിൽ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഭരിക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്ര ബുദ്ധിയൊന്നുമല്ല, വേറെ ബുദ്ധിരാഷ്ട്രന്മാർ പറഞ്ഞാണ്. അതുപോലെ ജാതി സെൻസ് വേണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ബുദ്ധിയല്ല, ഏതോ ഇറ്റാലിയൻ ബുദ്ധിജീവി പറഞ്ഞു കൊടുത്താൽ എന്തുപോട്ടെ, അത് കളിയാക്കിയില്ലേ? അതുപോലെയാണ് 20% BJPയുടെ വോട്ടുണ്ട്. അപ്പോൾ അതിന് അവർ കാണുന്ന ഒരു ബുദ്ധി, അതുകൊണ്ട് പറയാം ഞാൻ AK സെൻറ്റർ തീരെ കുറച്ച് കാണുന്നില്ല, കോൺഗ്രസ് പോലില്ല. അവർ കാണുന്ന ബുദ്ധി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. 10-30 സീറ്റിൽ പ്രസക്തിയില്ലാത്ത, ജയിക്കാൻ ഒരിക്കലും സാധ്യമില്ലാത്ത സീറ്റിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPക്ക് സപ്പോർട്ട് ചെയ്യും. മറിച്ച് 30 സീറ്റ് കഴിഞ്ഞ് ബാക്കി എത്ര സീറ്റുണ്ട്? 110 സീറ്റിലും കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യും. അപ്പോൾ BJPക്ക് മൊത്തത്തിൽ വോട്ട് നോക്കുമ്പോൾ കുറയില്ല. അതുകൊണ്ട് കാല് വായി എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞാൽ മോശമല്ലേ? ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഇത്രയും പറയുന്നത്, വെറുതെ അല്ല. അതൊന്നും ഈ സതീഷിനൊക്കെ അതൊക്കെ ഇനി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഇനി എത്ര ആൾ പിടിക്കും? അതാ കളിയുമ്പോൾ കളി എടുക്കുന്നത്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞെന്നറിയോ, UDFിൽ ഈഴവനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആകെ വരുന്ന ഒരാളുള്ളൂ, ബാക്കി ആരുമില്ല. അതേസമയത്ത് UDFിലോ
6-7 നായർ, 100 നായർ കൂട്ടിയും ഒരു വോട്ടാണ് UDF കിട്ടുന്നതിൽ കോൺഗ്രസ് കിട്ടുന്നത്. അതിൽ 6-7 പേര് മുഖ്യമന്ത്രി കുറിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വെള്ളാപ്പള്ളി പറയുകയാണ് ഞങ്ങൾക്ക് ഈഴവനാകണമെങ്കിൽ അപ്പോൾ LDF തന്നെ വേണമെന്ന്. അതാണ്. തന്നെയുമല്ല, ഈഴവൻ്റെ വെള്ളാപ്പള്ളിയുടെ കളിച്ചാൽ നിങ്ങൾ പറയും വലിയ ബുദ്ധിയില്ലാത്തതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത. പക്ഷേ അദ്ദേഹം പക്ക ബിസിനസ്സാണ്, അബ്കാരി കോൺട്രാക്ടർ പക്ക ബിസിനസ്സാണ്, എല്ലാ അടവും തടവുള്ളതാണ്. അദ്ദേഹം ചെയ്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഇൻവെസ്റ്റ് ചെയ്താണ് ഇവിടുത്തെ ക്ലിയറാണ്. നോക്കി, ഇവിടെ കേരളം ഭരിക്കുന്ന കക്ഷി പിണറായി സഖാവിന് കൂടെ പുള്ളി നിൽക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി മകനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു, ആന്റണി കൊടുത്ത പോലെ. ആന്റണി കൊടുത്ത് മെച്ചം കിട്ടില്ല, അങ്ങോട്ട് കൊടുത്തു കൊടുക്കുന്നു. അപ്പോൾ അവിടെ തങ്ങന്നാലും ഇതുപോലെ മമ്മൂട്ടി വീട്ടിൽ റെയ്ഡ് പോലെ റെയ്ഡ് ചെയ്യില്ല. കോൺഗ്രസ് പിണറായി പോവില്ല. പിണറായി സപ്പോർട്ട് ഇല്ലെങ്കിൽ നാളെ അകത്തല്ലേ പുള്ളി. കാരണം അത്രമാണ്ട് അഴിമതി കേസ് കിടക്കല്ലേ, അല്ലെങ്കിൽ BJP കിടക്കല്ലേ, എത്ര കേസുകളുണ്ട്, കൊലപാതക കേസിലൊക്കെ കിടക്കല്ലേ. എന്ന് ചെയ്യുന്ന രണ്ടുപേരും പുള്ളി സോപ്പിട്ടേക്കാണ്. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നിലനിൽപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ പോളിസിയൊന്നുമില്ല. അപ്പോൾ ഇത്തവണത്തെ കളിയിൽ പിണറായി സഖാവിന് എന്തെങ്കിലും ക്ഷീണം പറ്റിയാൽ അത് വലിയ മോശമാകും. പക്ഷേ പണ്ട് എൻ്റെ ഒരു മകനെ കണ്ടപ്പോൾ എൻ്റെ ഒരു സ്വാമി പറഞ്ഞു, ഇളയ മകൻ, ഇവൻ നന്നായാൽ ഏറ്റവും നല്ല ആളാവും, മോശമായാലും ഏറ്റവും മോശമാവും. എൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞത് ജീവൻ ഷാ എന്നാണ്, മുഹമ്മദ് ഷാ. അത് ഉന്നതമാണ്, നല്ല മാർക്ക് കിട്ടി PhD കാറ്റഗറി, അവിടെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെയല്ലേ. അപ്പം അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കണം. പിണറായി വിജയം കാണുന്ന അതൊക്കെ ബുദ്ധിയാണ്, അതിന് ഉപദേശിക്കാൻ പുള്ളിക്ക് ബുദ്ധിയുള്ളവരുണ്ട്. അങ്ങനെ കളിച്ചു പോവാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, പിണറായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ഒന്നുകിൽ, ഞാൻ പറഞ്ഞു നോക്കി, ഒന്നുകിൽ നിങ്ങൾ ദേശീയ ധാരണത്ത്, അതില്ലെങ്കിൽ BJP ധാരണത്ത്. വേറെ കളി കളിച്ചാൽ നിങ്ങൾ നാണം കിടന്നുള്ളൂ. അവസാനം നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് പോലും മുസ്ലിം ലീഗിനെ തഴയാനുള്ള ചില കണക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കനകൂലമൊക്കെ ചില ലിസ്റ്റ് കൊടുത്താലും മുസ്ലിം വരുന്നില്ല. അവരും ഹിന്ദുക്കാർഡാണ് മനസ്സിൽ അവസാനം കളിക്കുന്നത്. അങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി അങ്ങോട്ട് ഒത്ത് 40% മുസ്ലിങ്ങളെ ഒന്നുമല്ലാത്ത കോളാപ്പി തൂക്കി ഓടുപോലെ ആക്കാനൊക്കെയാണ് കണക്കൂടൽ. അങ്ങനെ അങ്ങ് മുഴുവൻ നടക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ കേരളത്തിൽ ചെയ്തറിയില്ല. അത് ഞാൻ മോഹൻലാലിനെയും പിന്നെ മമ്മൂട്ടിയും കേരള ജനത ഒരുപോലെ കാണും. ഇടത് കണ്ണും വലത് കണ്ണും പോലെ കാണണം, ഒരുപോലെ കാണാണ്. അങ്ങനെ കാണുന്ന മോഹൻലാലിനെ പുകഴ്ത്തിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്ത് കൊച്ചാക്കാൻ നോക്കിയാലും കൊച്ചാവില്ല. പിന്നെ മമ്മൂട്ടിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടത്, ബി പ്രാക്ടിക്കൽ. അത് MLA ആയാലും MP ആയാലും മന്ത്രിയായാലും എന്തേടോ ചെയ്യാന്നത്? അധികാരം വേണ്ടേ, പവർ വേണ്ടേ? സുരേഷ് ഗോപി അദ്ദേഹം വണ്ടിയുടെ കേസുകൾ അദ്ദേഹം പിന്നെ അവിടെ ചെന്നപ്പോൾ എത്ര ലക്ഷങ്ങൾ മുടക്കി നടത്തിയപ്പോൾ ഇവിടെ റെയ്ഡുമില്ലല്ലോ, ഒരു വീട്ടിൽ പോയില്ലല്ലോ. എന്നാലും പുലിനകം കണ്ട് എവിടെ? അപ്പോൾ ചിലവർക്ക് എന്ത് ചെയ്താലും കുറ്റമില്ല, മറ്റുള്ളവർ അതായത് ഇഷ്ടമല്ലാത്ത വെച്ച് തൊട്ടെല്ലാം കുറ്റം തമ്മില്ല. ചില ആൾക്ക് എന്ത് ചെയ്താലും തെറ്റാണ്, ചില എന്ത് തെറ്റല്ല. ഇതൊക്കെയാണ് വക്രബുദ്ധിയും രാജ്യത്തിൻ്റെ അപകടം. അപ്പോൾ ഇത്തരണത്തിൽ മുസ്ലിം ലീഗ് ഒന്ന് കാര്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്താണ്. മുഖ്യമന്ത്രി ആഗ്രഹിക്കാൻ സാധ്യതയുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊച്ചായി നാല് പോകുന്നത്? ABC ചാനൽ പറയണേ എന്താണെന്നറിയോ, ഈ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു, അതിനോട് കരുക്കൾ നിൽക്കുന്നു. എന്താ നോക്കി. അതുപോലെ കോൺഗ്രസ് ഒരു കാര്യം പറയണം, കോൺഗ്രസ് പറയാം, മുസ്ലിം ലീഗ് നിങ്ങൾ കൂടെ നിർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും 20 സീറ്റായിട്ട് കൊടുത്താൽ 15 സീറ്റുകൾ കൊടുക്കരുത്. ബാക്കി കൊടുക്കേണ്ടത് സമുദായത്തിൽ ബാക്കിയുള്ള കൊടുക്കണം. മന്ത്രിസ്ഥാനം 2 അല്ലെങ്കിൽ 3 മന്ത്രിസ്ഥാനം അതും കൊടുക്കരുത്. അതിന് കപ്പാസിറ്റി അവർക്ക് അല്ല വോട്ട് കിട്ടൂല. ഇപ്പോൾ ചിലവോട് 20 സീറ്റ് കൊടുക്ക്, മുസ്ലിം ലീഗ് 20 സീറ്റ് ജയിക്കട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ കൊണ്ട്. അങ്ങനെയൊന്നും സാധ്യയില്ല. ആകെ ജനങ്ങളിൽ 23% മാത്രമാണ് മുസ്ലിം ജനങ്ങളിൽ ലീഗ് അനുഭാവികളുള്ളത്. അതായത് പലവശം ഞാൻ പതല്ല. അവിടെ നിങ്ങൾ മുസ്ലിം ലീഗ് അമിതമായി പ്രാധാന്യം കൊടുത്താൽ നിങ്ങൾ എല്ലാം നേടിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തെറ്റാ ചെയ്യുന്നത്. ഭരണം പിടിക്കാനുള്ള സാധ്യതയല്ല നിങ്ങൾ കാണിക്കുന്നത്. മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട് കൊടുത്ത് ഒരു നിൽക്കുകയാണെങ്കിൽ ഒരു 3 മന്ത്രിസ്ഥാനം, ഒരു 10-15 സീറ്റും. ബാക്കി നിങ്ങൾ സമുദായത്തിൽ ബാക്കിയുള്ള നിങ്ങൾ വോട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയണല്ലോ, സ്നേഹം കൂടി പോകണം. നിങ്ങൾ പേരൊന്ന് മാറ്റാൻ പറയണ്ടേ? പേര് മാറ്റുകയാണെങ്കിൽ ഈ ABC സംഘ ചാനലിങ്ങനെ പറയുമോ?
ഇപ്പോൾ CPM മുഖ്യത്തെ ആശ്രയിപ്പിച്ച് ആരെങ്കിലും പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ് ആണല്ലോ, ഇത് മാത്രമേ കുറ്റം പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സംഗതി. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.